നമസ്കാരം. ഈ ലോകത്ത് ചില വാർത്തകൾ വെറും സംഭവങ്ങളല്ല, രാജ്യങ്ങളുടെ ആത്മാഭിമാനവും നയതന്ത്രത്തിന്റെ നാഡീമിടിപ്പും ഒരുമിച്ച് കേൾപ്പിക്കുന്ന മുന്നറിയിപ്പുകളാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഉയരുന്നത് അത്തരമൊരു മുന്നറിയിപ്പാണ്. അറബിക്കടലിന്റെ തിരമാലകൾക്കപ്പുറം ഒമാൻ തീരത്ത് നടന്ന ആക്രമണത്തിന്റെ പുക ഇനിയും പൂർണ്ണമായി അകലും മുൻപ് ന്യൂഡൽഹി അതിന്റെ അസംതൃപ്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നായ അമേരിക്കയുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഒമാൻ തീരത്തിനു സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രതിഷേധമറിയിക്കാൻ അമേരിക്കൻ സ്ഥാനപതി കാര്യാലയത്തിന്റെ ചുമതലയുള്ള ജെയ്സൺ മിക്സിനെ വിദേശകാര്യ മന്ത്രാലയം വീണ്ടും വിളിച്ചു വരുത്തി. ഇന്നലെ 20 ഇന്ത്യൻ നാവികർ സഞ്ചരിച്ച മറ്റൊരു കപ്പലും ആക്രമണത്തിനിരയായതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിലെ US നയതന്ത്ര കാര്യങ്ങളുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറിയാണ് അമേരിക്കൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയത്. വിദേശകാര്യ മന്ത്രാലയം അമേരിക്കൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തുന്നത് ഇത് 2ാം തവണയാണ്. 4 ദിവസത്തിനിടെ 3ാം തവണയാണ് ഇന്ത്യൻ നാവികർ സഞ്ചരിച്ച കപ്പലിനു നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഒമാൻ തീരത്ത് വെച്ച് US നാവികസേനയുടെ മിസൈലേറ്റ് തീപിടിച്ച ഒരു ചരക്കു കപ്പലിൽ നിന്ന് 3 ഇന്ത്യൻ നാവികരെ കാണാതായിരുന്നു. ഇവർ 3 പേരും മരിച്ചതായി വിവരവും ലഭിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഹോർമൂസ് കടലിടുക്കിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിലായി 622 ഇന്ത്യൻ നാവികർ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിപുലമായ ഗൾഫ് മേഖലയിലെ 100 കണക്കിന് വിദേശ പതാകയുള്ള ചരക്കു കപ്പലുകളിൽ ഏകദേശം 18,000 ഇന്ത്യക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഹോർമുസിൽ സംഘർഷം കടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ മാറിയിട്ടുണ്ട്. സമുദ്രങ്ങൾ പലപ്പോഴും വ്യാപാരത്തിന്റെ വഴികളാണ്, എന്നാൽ ചിലപ്പോൾ അവ രാജ്യങ്ങളുടെ ആശങ്കകളും സുരക്ഷാ ഭീഷണികളും വഹിക്കുന്ന പാതകളായി മാറും. ഒമാൻ തീരത്ത് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പരാമർശങ്ങളും നിലപാടുകളും ഇന്ത്യയിൽ ശക്തമായ പ്രതികരണത്തിനിടയാക്കിയതോടെയാണ് ന്യൂഡൽഹി അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയത്. ഇത് സ്വന്തം താല്പര്യങ്ങളെയും ദേശീയ സുരക്ഷയെയും കുറിച്ചുള്ള ഇന്ത്യയുടെ മാറിയ ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ്. ഒരു കാലത്ത് ലോകശക്തികളുടെ നിഴലിൽ നിന്ന് വിദേശ നയം രൂപപ്പെടുത്തിയിരുന്ന ഇന്ത്യ ഇന്ന് വ്യത്യസ്തമാണ്. ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തിയായി ഉയർന്ന രാജ്യം എന്ന നിലയിൽ സൗഹൃദ രാജ്യങ്ങളോട് പോലും വിയോജിപ്പ് രേഖപ്പെടുത്താൻ ഇന്ന് ഇന്ത്യ മടിക്കുന്നില്ല. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ പങ്കാളികളിൽ ഒന്നാണെങ്കിലും ദേശീയ താല്പര്യങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന മുന്നറിയിപ്പാണ് ഈ നീക്കത്തിലൂടെ പുറത്തു വരുന്നത്. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതിലും വലുതാണ്. കാരണം ലോകം ഇന്നൊരു പുതിയ ശക്തി സമവാക്യത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുക്രൈൻ യുദ്ധം, മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ, ചൈനയുടെ ഉയർച്ച, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ, ഇതെല്ലാം ചേർന്ന് അന്താരാഷ്ട്ര ബന്ധങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിന്റെ മാത്രം കഥയല്ല, തന്ത്രപരമായ ആവശ്യകതകളുടെയും പരസ്പര താല്പര്യങ്ങളുടെയും ബഹുമാനത്തിന്റെയും കഥ കൂടിയാണ്. എന്നാൽ സൗഹൃദം എന്നത് എല്ലാ വിഷയങ്ങളിലും യോജിപ്പാകണമെന്നില്ല. യഥാർത്ഥ പങ്കാളിത്തം എന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം കൂടിയാണ്. ഒമാൻ തീരത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഈ നിലപാട് അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ലോകവേദിയിൽ തന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായും ശക്തമായും ഉയർത്താൻ ഇന്ത്യ തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അറബിക്കടലിലെ തിരമാലകൾ വീണ്ടും ശാന്തമാകാം, നയതന്ത്ര ഇടനാഴികളിൽ വിശദീകരണങ്ങളും ചർച്ചകളും തീർന്നേക്കാം. എന്നാൽ ഈ സംഭവത്തിലൂടെ ചരിത്രം രേഖപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യ ഇന്ന് കേൾക്കുന്ന രാജ്യം മാത്രമല്ല, പറയാനുള്ളത് ആരോടും മറയും പേടിയും കൂടാതെ കേൾപ്പിക്കുന്ന രാജ്യം കൂടിയാണ്. ദേശീയ താല്പര്യങ്ങളുടെ കാര്യത്തിൽ സുഹൃത്തുക്കളോട് പോലും തുറന്ന് പ്രതികരിക്കാൻ മടിക്കാത്ത ഒരു പുതിയ ഇന്ത്യയുടെ മുഖമാണ് ഈ സംഭവ വികാസങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നത്.